ഞാനിതൊക്കെ എല്ലാവരുടെയും കഥ കേട്ട് കേട്ടോണ്ടിരുന്നു. ഇനി എനിക്ക് ഈ പ്രണയത്തെ കുറിച്ച് തന്നെ എനിക്ക് വേറൊരു കാര്യം ഉണ്ണിയുടെ അടുത്ത് ചോദിക്കേണ്ട. അതിന് തൊട്ട് മുമ്പേ നമ്മുടെ മൈൽ സ്റ്റോണിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉണ്ണി വന്നപ്പോ ഇതേ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഉണ്ണി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെന്താന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം എന്താന്ന്. ആരുടെയും കല്യാണം കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ എനിക്ക് അതാണ് പണി. ഇതിപ്പോ കല്യാണം കണ്ടിട്ടല്ല, കല്യാണം കഴിക്കാത്തോണ്ട് കുറച്ച് അസൂയ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നായിരിക്കും ഉണ്ണിച്ചേട്ടാ കല്യാണം? ദൈവത്തിന് അറിയാം. പാർവതി എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. ഓ അതൊന്നുമില്ല, അതൊക്കെ ഇവിടെ വേറെ വേറെ സ്റ്റാർസ് ഒക്കെ ഇവിടെ ഈ ഷൈനിങ് അയ്യോ എന്താണ് ഉണ്ണി അത്? എനിക്കറിയില്ല. പാർവതി ഇങ്ങനെ ചോദിച്ചപ്പോ ഇങ്ങനെ ബേസിക്കലി എന്റെ കല്യാണം നടക്കാത്തതുകൊണ്ടും ഇവർക്ക് ഇത് തന്നെ ചോദിക്കേണ്ടത് എന്താണ് കല്യാണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നുണ്ടോ ശരിക്കും കല്യാണം കാര്യം? അവര് ആലോചിക്കുന്നുണ്ടോ? ഉണ്ണിക്ക് ഒരു അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ കൂടുതൽ താല്പര്യം? എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ചിലർക്ക് ഇപ്പം നമുക്ക് ചിലർക്ക് സെറ്റ് ആവില്ല അറേഞ്ച്ഡ് മാരേജ്, എന്നാൽ ചിലർക്ക് ലവ് മാരേജ് സെറ്റ് ആവില്ല. അപ്പൊ അങ്ങനെ ഒരു ഉണ്ണിയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? ഞാൻ ഇതിന് ഭയങ്കര ഇപ്പൊ ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിക്കാറില്ല ആക്ച്വലി. കല്യാണത്തെ കുറിച്ച് ഇതുവരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ അയ്യോ കല്യാണം നടന്നിട്ടില്ല അതുകൊണ്ട് എന്തോ പ്രശ്നമാണെന്ന് ഇല്ല. അത് അമ്മ പറഞ്ഞോണ്ടിരിക്കല്ലേ മോനെ? ഡെഫിനറ്റ്ലി. അപ്പൊ നമ്മളിങ്ങനെ പറയും ഓക്കെ നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരാൾ കണ്ടുമുട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഇത് ഈ ടൈമായി ഞാൻ ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അതിലൊരു പാനിക് ലെവലില് നിന്നിട്ട് എന്തെങ്കിലും ഒരു എടുത്തു ചാടി ഒരു തീരുമാനം ചെയ്യും. ഈ കാര്യത്തിൽ ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് പറയാം. എടുത്തു ചാട്ടം ഇല്ല. അപ്പൊ പിന്നെ സമയത്ത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് കേട്ടോ, ഉണ്ണിയുടെ സ്റ്റാർ ക്രഷിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും ലഭിക്കുക? അനുഷ്ക ഷെട്ടി. എല്ലാ മൂവീസും കാണാറുണ്ടോ? എല്ലാം ഏകദേശം എല്ലാ മൂവീസ് കാണുന്നില്ല, അത്യാവശ്യം അങ്ങനെയല്ലേ. അടുത്തത്, ഉണ്ണി മുകുന്ദന്റെ സംവിധാനത്തിൽ ഒരു സിനിമ ഇനി എന്ന് കാണാനാകും? എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ആണോ ഉണ്ണി? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? അതെ ഞാൻ ആക്ച്വലി കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ റെഡിയാണ്. പിന്നെ സാഹചര്യങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്ന് വന്നാൽ ചെയ്യുന്ന രീതിയിലാണ്. കഥയൊന്നും കേട്ടു തുടങ്ങുമോ? അങ്ങനെയൊന്നും ആയിട്ടില്ല. എല്ലാം റെഡിയാണ്. ആണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ധാരണ ഉണ്ട്. അത് അതിന്റെ ഒരു ലോജിസ്റ്റിക്സും പിന്നെ അത് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം, പിന്നെ എന്റെ ബേസിക്കലി ഇതിനെല്ലാം തടസ്സം വരുന്നത് ആഗ്രഹമുണ്ട്. അപ്പോ ഞാനിപ്പോ കമ്മിറ്റ് ചെയ്ത സിനിമകൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പ്രയോറിറ്റി. എന്നിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനില്. ഓക്കെ, ഗുഡ്. അഭിനയിച്ച നായികമാരിൽ ഇനി ഒരു തവണ കൂടി അഭിനയിക്കണമെന്ന് തോന്നിയത് ആരുടെ കാര്യത്തിലാണ്? ഇതൊക്കെ ഓരോരുത്തരും ചോദിക്കുന്ന കേട്ടോ, ഓരോരുത്തർക്കും അറിയാനുള്ള ഓരോരോ അഭിനയിച്ച നായികമാരിൽ. ലാസ്റ്റ് ഇപ്പൊ ഞാൻ ജയഗണേഷിൽ വർക്ക് ചെയ്ത മഹിമയുടെ ഒപ്പം വർക്ക് ചെയ്യാം. ഐ തിങ്ക് ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ചാൽ വൺ ഓഫ് ദി മോസ്റ്റ് ഈ അടുത്തായിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആണ്. ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടാൻ സാധ്യതയുള്ളൊരു ആക്ട്രസ് ആണ്. ഷീ ഈസ് വെരി ഗുഡ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ആക്ടിങ് ആൻഡ് പിന്നെ പ്രൊഫഷണലിസം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ഒരു പ്രൊജക്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം, അതെല്ലാം പക്ക. ഓക്കെ, അത് വെച്ച് ചോദിക്കുമ്പോൾ ചോദിക്കട്ടെ, ലോഹിതദാസ് സാറുമായിട്ട് എങ്ങനെയെങ്കിലും പരിചയമുണ്ടോ? കണക്റ്റഡ് ആണോ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായപ്പോൾ അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗംഗാധരൻ അങ്കിൾ, തൃശ്ശൂര്. ഗംഗാധരൻ അങ്കിളുടെ ഫ്രണ്ടാണ് TG രവി സാറ്. അങ്ങനെ TG രവി സാറിന്റെ അടുത്ത് തൃശ്ശൂർ ആരെങ്കിലും സിനിമ ഡയറക്ടർ ആരെങ്കിലും, അങ്ങനെ ലോഹി സാറിന്റെ നമ്പർ അഡ്രസ്സ് കിട്ടി. ആ അഡ്രസ്സിലേക്ക് ഞാൻ കത്തയക്കുന്നു. പിന്നെ സാറിന് ഇഷ്ടപ്പെട്ടിട്ട് സാറ് വിളിക്കുക, അങ്ങനെയാണ് ഉണ്ടായത്. അത് മാളികപ്പുറം ഹിറ്റ് ആയതിനു ശേഷം ഞാൻ TG രവി സാറിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയാണ്. ചേട്ടൻ കൊടുത്ത അഡ്രസ്സ് കാരണമാണ് പിന്നീട് സിനിമയിൽ വരാൻ സാധിച്ചത്. ഹി വാസ് വെരി ഹാപ്പി. അങ്ങനെ. ഓക്കെ, ശരി. ഇനി പ്രേക്ഷകർ പീപ്പിൾസിന്റെ അടുത്തത്, ഡ്രീം ക്യാരക്ടർ ഓഫ് ഉണ്ണി മുകുന്ദൻ, അതാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അറിയില്ല, ഞാൻ ഒരുപാട് ഇനിയും സിനിമകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും നന്നായി വരട്ടെ എന്നാണ്. അങ്ങനെ ഇന്ന സ്പെസിഫിക് ഇല്ല. മനസ്സിൽ കാണുന്നത് ഏത് തരത്തിലുള്ള ഒരു ക്യാരക്ടർ? ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഗന്ധർവ എന്ന സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ എനിക്കൊരു ആർമി മൂവി ചെയ്യണമെന്നുണ്ട്, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, അത് പിന്നീട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട്. ഇപ്പൊ ഞാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് ഇത്രയും നല്ല രീതിയിൽ ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അത് മേപ്പടിയാനാണെങ്കിലും മല്ലു സിംഗ്. ഇപ്പൊ ഞാൻ മല്ലു സിംഗ് ആദ്യം റിജക്ട് ചെയ്ത സിനിമയാണ്.
എനിക്ക് ഈ കഥ വല്ലാത്തൊരു കഥയാണെന്ന് തോന്നി. പക്ഷെ അത് ഇത്ര വലിയ ഹിറ്റായില്ല. അപ്പൊ എനിക്ക് അറിയില്ല, ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജയ് ഗണേശനിലേക്ക് എത്താം. ജയ് ഗണേശനില് മുമ്പേ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞിട്ട് അത് അവിടെ നിന്നു. ഉണ്ണിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ റിവീൽ ചെയ്താൽ മതി. സോ എൻ്റെ ക്യാരക്ടർ ഗണേഷ്, ഞാൻ ഈ അടുത്തായിട്ട് കേട്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയത്. ആണോ? ഇമോഷണൽ കണക്ട് ഭയങ്കരമായിട്ട്. ഞങ്ങള് രഞ്ജിത്ത് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, പിന്നെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തു. ഞാനൊരു 28 ഡ്രാഫ്റ്റ് വായിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ 28 തവണ വായിക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു ആ കഥ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഏബിൾ ക്യാരക്ടറായിട്ട് ചെയ്യുന്നത്. വീൽ ചെയറിലായിരുന്നു ഫുൾ. അതിൻ്റെ ചാലഞ്ചസ് വേറെ ആയിരുന്നു. അപ്പോൾ രഞ്ജിത്തിന് ഒരു പ്രൈമറിലി ഒരു മുഖമില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഇയാളെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്ന ഒരാൾ ഈ ക്യാരക്ടർ ചെയ്താൽ പുള്ളിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെയാണ് എന്നിലേക്ക് എത്തിയത്. അപ്പം ഞാനും പിന്നെ ഇതിൻ്റെ ഫുൾ എനിക്ക് കഥ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാം, ഇതിൻ്റെ ഒരു ഇമോഷണൽ കണക്ട് ഭയങ്കര രസമാണ്. അതായത് ഈ സിനിമ ആര് കണ്ടാലും അവർക്ക് ഒരു കൈൻഡ് ഓഫ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പറഞ്ഞ പോലെ ഒരു വളരെ പോസിറ്റിവിറ്റി അവർക്ക് കിട്ടും. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാണ്, എൻ്റെ സ്പെഷ്യലി ഏബിൾഡ് സുഹൃത്തുക്കൾ, ബ്രദേഴ്സ് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് രോമാഞ്ചടിക്കും. ദാറ്റ് ഈസ് അവരെ സംബന്ധിച്ച് എനിക്ക് ഈ സിനിമ ഒരു രീതിയിലും മോശമായി ഈ കഥാപാത്രത്തെ ഇങ്ങനെ കാണിച്ചല്ലോ, അങ്ങനെയല്ലാതെ ഒരു ഹീറോയിക് രീതിയിൽ തന്നെയാണ് ആ സിനിമ നമ്മൾ ഇത് എന്താ പറയുക ഈ ക്യാരക്ടറിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ നല്ല ആക്ടേഴ്സ് ഉണ്ട്, നല്ല ക്രൂ കിട്ടി എനിക്ക്. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് UMF ആ ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എനിക്കൊരു ചെറിയ പ്രഷർ ഉണ്ടായിരുന്നു, ഇനി എന്ത് ചെയ്യണം, ഇത്രയും പ്രതീക്ഷകൾ പിന്നെ എൻ്റെ ഈ സിനിമ കണ്ടതും വിജയിപ്പിച്ചത് ഒരു ഫാമിലി ഓഡിയൻസ് ആണ്. അപ്പൊ ഫാമിലി ഓഡിയൻസ് ബിഹേവ് ചെയ്യുന്നത് യൂത്ത് എന്ന പോലെയല്ല. ഇവര് ആ സിനിമ കാണണമെങ്കിൽ അവർക്ക് ഒരാളല്ല സിനിമ കാണാം, 4 പേര് സിനിമ കാണാം. 4 പേര് എന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരു 1000 രൂപ, പിന്നെ ട്രാവൽ, സമയം മാറ്റിവെക്കുക. അപ്പോൾ ഒരു വലിയ ചെലവാണ്. ഒരു യൂത്ത് സിനിമ കാണുന്ന വെച്ചാൽ അയാൾ മാത്രം പോയി കണ്ടുവരും. വീട്ടുകാരോട് ചിലപ്പോൾ നല്ലതാണെന്ന് അവൻ പറയും, ഇല്ലെങ്കിൽ പണം ഡ്രോപ്പ് ചെയ്യും. ഫാമിലീസ് ഒരു ആക്ടറിനെ ട്രസ്റ്റ് ചെയ്തിട്ട് സിനിമയിൽ പോകുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പം ഞാൻ കുറേ പേരെ കാണുമ്പോൾ ഉണ്ണിയുടെ അടുത്ത പടം ഏതാന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു സിനിമ അവർക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു, നല്ല സിനിമ. അപ്പോൾ ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റി വെച്ചൊന്നല്ല, ഇതിനിടയിൽ ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ട്. അപ്പം മലയാളത്തിലൊരു സിനിമ വരുമ്പോൾ ഒരു ഗുഡ് മൂവി ചെയ്തിട്ട് എനിക്കൊരു സേഫ്റ്റി. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വർഷം ഉണ്ണി 300-400ഓളം സ്ക്രിപ്റ്റുകൾ കേട്ടു, കണ്ടു, വായിച്ചു പോയി. ഞാൻ മാത്രമല്ല, പിന്നെ എന്റെ ടീം ഒരുപാട് പേര്, ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റ് വായിച്ചു. അതെ, അപ്പൊ അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു തവണയാണ്. അപ്പൊ എന്തായാലും ഐ എം ഷുവർ ജയ് ഗണേഷ് എന്ന് പറയുന്നതിനകത്ത് അതൊരു മിനിമം ഗ്യാരണ്ടി ഒരു സംഭവം ഉണ്ടാവും. അതിന് ഉണ്ണിയുടെ കരിയറിൽ തന്നെ ഇതുവരെ ചെയ്തതിനെക്കാട്ടിലും ഇപ്പൊ പറഞ്ഞ പോലെ ആ ചാലഞ്ചിങ് തന്നെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയണത് അല്ലേ? എനിക്ക് ഭയങ്കര ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഒരു സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ ചെയ്യേണ്ടി വന്നു എനിക്ക് ഇത്രയും സ്പെഷ്യലി ഏബിൾഡ് ആയ അല്ലെങ്കിൽ ഭിന്നശേഷി നിൽക്കുന്ന സുഹൃത്തുക്കളെ അവരുടെ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ. നമ്മുടെ സൊസൈറ്റി ഡിസൈൻഡ് നമ്മളെ പോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എൻജിനീയർഡ് ഫോർ ദാറ്റ്. ഒരു റൂമിലേക്ക് കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചുമ്മാ വീൽ ചെയറിൽ റൂമിൽ കയറുന്ന സീക്വൻസിന് ഞാൻ തലകുത്തി വീണു. എനിക്ക് അന്ന് ഉണ്ടായ സങ്കടം ഞാൻ വീണതിന്റെ അല്ല, ഇതൊക്കെ നമ്മളിതിനെ നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ലല്ലോ ഇതില്. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ കൊണ്ട് ഞാനതൊരു നല്ല വ്യക്തി എന്ന രീതിയിലും മോർ എന്താ പറയുക കമ്പാഷനേറ്റ്, നമുക്ക് അറിയാൻ പറ്റി, ഫീൽ ചെയ്യാൻ പറ്റി, ഇമോഷണൽ കുറേ സാധനങ്ങൾ. പിന്നെ ഞാൻ പറയട്ടെ, ദൈവം എന്ത് ടെൻഷൻ വന്നാലും എന്നെ ഇങ്ങനെ ആക്കിയല്ലോ എന്നതിന്റെ ഒരു കടപ്പാടുണ്ട് ദൈവത്തിനോട്. എന്ന് വെച്ചാൽ ഓക്കെ, എവറിങ് ഈസ് ഫൈൻ. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യം.